പർവേഷ് വർമ്മ ഡൽഹി മുഖ്യമന്ത്രിയായേക്കും. രാത്രി 8 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് പർവേഷ് വർമ്മയെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ വിളിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ആൾ എന്നുള്ളതുകൊണ്ട് തന്നെ പർവേഷ് വർമ്മയ്ക്ക് നറുക്കു വീഴും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയാണല്ലേ ഡൽഹിയിലെ കാര്യങ്ങൾ? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോക്ക്. ഇപ്പോഴുള്ള ജെ.പി. നദ്ദയുമായിട്ട് പർവേഷ് വർമ്മ കൂടിക്കാഴ്ച നടത്തുവാണ്. കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് 5:30 മണിക്ക് 48 MLA-മാരും പാർലമെന്ററി പാർട്ടി, അതായത് നിയമസഭാ കക്ഷി യോഗം ചേർന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പർവേഷ് വർമ്മയെ ജെ.പി. നദ്ദ വിളിപ്പിച്ചത്. രാവിലെ 11 മണിക്ക് ജെ.പി. നദ്ദയും അതേപോലെ തന്നെ അമിത്ഷായും തമ്മിൽ അമിത്ഷായുടെ വസതിയിൽ ചർച്ച നടത്തിയിരുന്നു. ഏതായാലും ഡൽഹി മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം, ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് പ്രൊജക്ട് ചെയ്യാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തിരിച്ചു വന്ന ശേഷം, അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം വലിയൊരു പരിപാടിയായിട്ട് നടത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുക, 15-ാം തീയതി നടത്തുക എന്നതാണ് ബി.ജെ.പിയുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു പരിപാടി. ഏതായാലും ആ സ്ഥലത്തിലേക്ക് പർവേഷ് വർമ്മക്ക് ചാൻസ് തെളിയുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇക്കാര്യത്തെ കുറിച്ചുള്ളൊരു വ്യക്തത വരുത്തുള്ളൂ. ഏതായാലും ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, പർവേഷ് വർമ്മയ്ക്ക് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയാകുവാനുള്ള നറുക്ക് വീഴുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ.